വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ബൈജൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോരുത്തരും കോഴിക്കുഞ്ഞിനെയൊക്കെ വാങ്ങി വളർത്തുന്നുണ്ട്, വിൽക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ട്. ചെറിയൊരു വരുമാനം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് വീട്ടമ്മമാരും എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ ഇതിനെ മേടിച്ചിട്ട് വളർത്തുന്നത്. അപ്പോൾ നമ്മൾ കോഴിക്കുഞ്ഞിനെ എടുക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് എങ്ങനെ അത് സെയിലാക്കാം, അല്ലെങ്കിൽ എങ്ങനെ സെയിലാവുന്ന തരത്തിലുള്ള കോഴിക്കുഞ്ഞുങ്ങളെ നോക്കി നമ്മൾ മേടിക്കണം. അതായത് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ സെയിലാക്കാൻ പറ്റും എന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഏത് തരത്തിലുള്ള കോഴിക്കുഞ്ഞുങ്ങളായിരിക്കും അത്രയും ചിലവാകുന്നത് അല്ലെങ്കിൽ വിറ്റുപോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന്. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയുള്ള കോഴിക്കുഞ്ഞുങ്ങളെ എടുക്കണം. എപ്പോഴും നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങുമ്പോൾ കാണാൻ ഭംഗിയുള്ള പുള്ളിയൊക്കെയുള്ള ഡിസൈനൊക്കെയുള്ള തരത്തിലുള്ള കോഴിക്കുഞ്ഞുങ്ങളെ എടുക്കുക. അതുപോലെ തന്നെ ആരോഗ്യമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ എടുക്കുക. അതായത് 2 ആഴ്ച 3 ആഴ്ച പ്രായമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ തിരിച്ചറിയാൻ പറ്റും. കോഴിക്കുഞ്ഞുങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത് ഭംഗിയുള്ളതാണോ ഭംഗിയില്ലാത്തതാണോ എന്നുള്ളത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ക്യൂട്ടായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും ഒരുപോലെ അല്ല. ചിലതൊക്കെ ഒരു ഡിസൈനിലൊരു വ്യത്യാസങ്ങളുണ്ടാവും. ചില കോഴിക്കുഞ്ഞിനെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ ഈ കാണിക്കുന്ന കോഴിയൊക്കെ എന്ന് പറഞ്ഞാൽ വലുതായി കഴിയുമ്പോഴേക്കും വെറൈറ്റി സാധനമായിരിക്കും ഉള്ളത്. അത് പുള്ളിയിൽ തന്നെയുള്ള ഡിസൈനാണ്. അത് ഗ്രാമലക്ഷ്മി എന്നതിൽപ്പെട്ടൊരു കോഴിയാണത്. അതിൻ്റെ വലുതായി കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പെയിൻറ്റ് അവിടെ അടിച്ച് വെച്ച പോലെ ഇരിക്കുന്നത് സത്യത്തിൽ അത് പെയിൻറ്റ് അടിച്ചേക്കണമല്ല, ശരിക്കും അതിൻ്റെ ഡിസൈൻ അങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെ ഇതിനകത്തൊക്കെ ചാരയാണ് കൂടുതലുള്ളത്. ചാര കൂടുതൽ സെയിലാവുന്ന കോഴിക്കുഞ്ഞുങ്ങളാണ് ഈ ചാര കളറുള്ളത്. അതാ ഈ സൈഡിലൊക്കെ ഉണ്ട് ചാര. ഇവിടെ ഇങ്ങനെ ചാരയാണ്. ചാര കൂടുതലായിട്ട് സെയിലാവും. അത് ഓൺലൈൻ വഴി ചാര സെയിലാക്കും. അതുപോലെ ഈ പുള്ളി ഇത് ലക്ഷ്മിയാണ്. ഈ നിൽക്കുന്നത് നാടനാണ്. ഇപ്പോൾ ഈ കാണിക്കുന്നത് ഈ മൂലൊക്കെ നിൽക്കുന്നത് തൊപ്പി. ഇതൊക്കെ സെയിലായി പോകുന്ന കോഴികളാണ്. അപ്പോൾ ഈ കളറ് നോക്കി മേടിക്കുക. ഇപ്പോഴും കോഴിക്കുഞ്ഞുങ്ങളെ മേടിക്കുമ്പോൾ കളറ് നോക്കി മേടിക്കുക, ഡിസൈൻ നോക്കി മേടിക്കുക. എങ്ങനത്തെ സെയിലാവും എന്നുള്ളതിന് നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ. നമ്മളുടെ ഇവിടെയൊക്കെ എങ്ങനെ സെയിലാവും കോഴിക്കുഞ്ഞുങ്ങനെ ആളുകൾ ചോദിച്ചു വന്നത് ഏതാണെന്നൊക്കെ. ഇപ്പോൾ എൻ്റെ അടുത്തൊക്കെ ചോദിച്ചു വരുന്നത് ഇതുപോലുള്ള കാണാൻ ഭംഗിയുള്ള അഴകുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് കൂടുതലും ചോദിച്ചു വരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കോഴിക്കുഞ്ഞുങ്ങൾ വാങ്ങണത് ഇതിപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയേക്കണതല്ല, ഇത് ഞാൻ വളർത്താൻ വേണ്ടിയിട്ട് വാങ്ങിയേക്കാണ്. എന്നിട്ട് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ 5-6 ഉള്ളൂ. ബാക്കി മറ്റ് പൂവൻ കോഴികളൊക്കെയാണ് കൂടുതൽ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുന്നത് നമുക്ക് പാരസ്റ്റോക്കായിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ ഞാൻ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നല്ല ഭംഗിയുള്ള കോഴികളെ നോക്കി എപ്പോഴും മേടിക്കുക. 2 ആഴ്ച 3 ആഴ്ച പ്രായമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും നമുക്ക് കാണാൻ ഭംഗിയുള്ളതാണോ ഭംഗിയില്ലാത്തതാണോ. നേക്കിളിൻ്റെയൊക്കെ ചോദിച്ച് ചിലർ എൻ്റെ അടുത്ത് വരാറുണ്ട്. കാപ്പിരി കോഴിനെ ചോദിച്ച് വരാറുണ്ട്. കാപ്പിരിയിൽ തന്നെ നേക്കിളിനൊക്കെ ഉണ്ട്, സാധാ കാപ്പിരിയുണ്ട്. അപ്പോൾ 2 ടൈപ്പ് ഉണ്ടത്. അതുപോലെ ചാരയുടെ നെക്കിളിനൊക്കെ അങ്ങനെ പല ടൈപ്പിൽ ഡിസൈനിൽ വരും കോഴിക്കുഞ്ഞുങ്ങൾ. അപ്പോൾ അതിനൊക്കെ മാർക്കറ്റ് ഉണ്ട്, വില കിട്ടും. നമുക്ക് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വിലയും കിട്ടും, മാർക്കറ്റുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ്. അങ്ങനെയുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സെയിലാവുകയും ചെയ്യും. ഒത്തിരി കൂടി നമുക്കെന്തെങ്കിലും ഒരു 10-20 രൂപ കൂടുതൽ പറഞ്ഞാലും സാധനം കൊണ്ടുപോകാൻ ആളുണ്ടാവും. അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ എടുക്കുമ്പോൾ അങ്ങനെ നോക്കിയെടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ 2 ആഴ്ച 3 ആഴ്ച നമുക്ക് കംഫർട്ടബിൾ അല്ലെന്നുണ്ടെങ്കിൽ 1 മാസമായ കോഴിക്കുഞ്ഞുങ്ങളെടുക്കുക. 1 മാസമായ കോഴിക്കുഞ്ഞുങ്ങളാകുമ്പോൾ പിന്നെ വലിയ കാര്യമായിട്ടൊന്നും അതിനെ നോക്കേണ്ടി വരില്ല. അതായത് അസുഖങ്ങളൊന്നും പെട്ടെന്നൊന്നും അതിന് പിടിപിടില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള കോഴിക്കുഞ്ഞുങ്ങളെടുത്ത് 1 മാസമൊക്കെ ആയ കോഴിക്കുഞ്ഞുങ്ങളെടുത്ത് വളർത്തി കഴിഞ്ഞാലും അത് ലാഭകരമാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണത്. നമുക്ക് ലാഭകരമായിട്ട് വളർത്താൻ പറ്റും. അപ്പോൾ നമ്മുടെ ഏരിയയിലുള്ള സെയിലാവുന്ന എങ്ങനെയൊക്കെ സെയിലാകും, എന്തൊക്കെ സെയിലാവും, ഏത് തരത്തിലുള്ളതാണ് ആളുകൾ ചോദിക്കുന്നത്, താല്പര്യങ്ങൾ എങ്ങനെ, ഇതൊക്കെ ആദ്യം തന്നെ അറിഞ്ഞ് തന്നിട്ട് വേണം നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ചിട്ട് വളർത്താൻ. ഇപ്പോൾ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ട് വളർത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. മുട്ടയ്ക്ക് മേടിച്ചിട്ട് വളർത്തണമെങ്കിൽ നാടൻ കോഴിനെ മേടിക്കണമെന്നില്ല, മറ്റുള്ള കോഴിനെ മേടിച്ചാലും മതി. അപ്പോൾ ഇത് അറിഞ്ഞ് നോക്കി കണ്ട് വളർത്തി കഴിഞ്ഞാലാണ് ലാഭവും നമുക്കുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ തന്നെ നഷ്ടമായി പോകും. അപ്പോൾ അത് അറിഞ്ഞും നോക്കിയൊക്കെ മേടിച്ചിട്ട് വളർത്തുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഡിസൈനുള്ള കോഴി ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഡിസൈനുള്ള കോഴികൾ ഇതൊക്കെ പെട്ടെന്ന് സെയിലാവുന്ന കോഴികളാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴികളാണ്. ഇത്തിരി വലുതായി കഴിയുമ്പോൾ വെറൈറ്റി ആയിരിക്കുള്ളൂ. ചാരയൊക്കെ വെറൈറ്റി കോഴിക്കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇത് എൻ്റെ ഇപ്പോൾ ആരെങ്കിലും കോഴിനെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ആദ്യം ചോദിക്കുന്നത് ഇതിനെ ആയിരിക്കുള്ളൂ. ഇങ്ങനെയുള്ള ചാര ഡിസൈനൊക്കെ ഉള്ള കോഴികളാണ് കൂടുതലും ചോദിക്കുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ കൊടുത്തു പോയി. അപ്പോൾ അത് കാരണം എൻ്റെ പാരസ്റ്റോക്ക് ഇല്ലാത്ത കാരണം കേരളത്തിനെ ഞാൻ പുതിയ സ്റ്റോക്ക് കൊണ്ടുവന്നേക്കണം. ഇതിനെ കൊടുക്കാനുള്ള ഉദ്ദേശത്തിൽ കൊണ്ടുവന്നേക്കണമല്ല, നമുക്ക് പാരസ്റ്റോക്കായിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. നമ്മൾ കോഴിക്കുഞ്ഞിനെ എങ്ങനെ എടുക്കണം, എന്ത് നോക്കി എടുക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയ വീഡിയോ ആണ്. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട്.